അപ്പൊ ഈവനിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ വീണ്ടും കടപ്പുറത്തേക്ക് തന്നെ വന്നേക്കാണ്. കടപ്പുറമൊക്കെ വീണ്ടും സജീവമായി തുടങ്ങി. സമയം 4:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ് പൊരിച്ചതും തിരഞ്ഞെടുക്കുകയാണ്. ഞാനിപ്പോൾ കടപ്പുറത്ത് വരുമ്പോഴും ഞാൻ ട്രൈ ചെയ്യുന്ന ഒന്നാണിത്. ഞാനത് ഞങ്ങളുടെ ഏരിയയിൽ കിട്ടണില്ല, നിലമ്പൂർ ഭാഗത്തൊന്നും. മലപ്പുറത്ത് തന്നെ തിരൂര്, പൊന്നാനി ഭാഗത്ത് മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. 2 കല്ലുമ്മക്കായും ചായയും കുടിച്ചു. ബീച്ചിക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിക്കൊക്കെ വരുമ്പോൾ ഒന്നെന്നെ തിന്നുത്തരിക്കരുത്. ആടുകളെ മരിക്കുക, അവിടുന്ന് ഒരു ഇലൻ്റെ തുമ്പടിച്ച, ഇപ്പത്തുനിന്ന് ഒരു ഇലൻ്റെ തുമ്പടിച്ചാണ് നമ്മൾ പോകാൻ. അത്രക്കും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. അടുത്തത് നമ്മൾ ഉപ്പിലിട്ടത് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കട കണ്ട് അത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും. ഫസ്റ്റ് തന്നെ ഒരു കക്കരിക്ക വാങ്ങി. കക്കരിക്കയിൽ നമ്മൾ അച്ചാറൊക്കെ തേച്ച് കുട്ടപ്പനാക്കി അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തത് മാങ്ങ നോക്കാം. മാങ്ങനെ കുറിച്ച് പിന്നെ ഞാൻ പറയണ്ട, എല്ലാവർക്കും സുപരിചിതമാണ് മാങ്ങ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഇന്ന സാധനമൊന്നുമില്ല, കിട്ടുന്നതൊക്കെ ഒരു കുപ്പിയിലാക്കി വെച്ചേക്കാണ്. പിന്നെ ഇതിലെ മണി അടിച്ച് കിടക്കണ പഞ്ഞി മുട്ടായി കാരണമുണ്ട്. കടപ്പുറത്ത് സഞ്ചാരികൾക്കായിട്ട് കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. കുതിരനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഭാഗത്ത് കുട്ടികൾ പട്ടം പറത്തി കളിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇനി ഐശ്വര്യ കഴിക്കാം. ബീച്ചിലെ ഫേമസ് സാധനമാണത്. അപ്പോൾ ഞാനൊരു മിക്സ്ഡ് വാങ്ങി. മിക്സ്ഡ് പറഞ്ഞാൽ മധുരവും പുളിയും പാടെ ചേർത്തത്. ഒന്നെങ്കിൽ മധുരം കഴിക്കുക, അല്ലെങ്കിൽ പുളി കഴിക്കുക, അല്ലെങ്കിൽ മിക്സ്ഡ്. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ്ഡ് ആണ് പറഞ്ഞത്. ഇതിൻ്റെ അടുത്തു കൂടെ ഇഷ്ടമായിരിക്കും തേനീച്ചകളുണ്ട് കേട്ടോ. ഈ പഞ്ചാര ഇങ്ങനെ കുറുക്കി വെച്ചിട്ടേ. കടപ്പുറത്ത് കുറേ ഗ്യാങ്സ്റ്റാറുകളെ കണ്ടു കേട്ടോ. പക്ഷേ ഞാൻ മോൺസ്റ്റാർ ആയിട്ടാണ് വന്നത്. ശരിക്കും കുട്ടികളും കൂടി മാണ്ടീനി, ഒന്നും കൂടി കളറാക്കിയതിന്. അവർക്കാണത് കൂടുതൽ താല്പര്യം. അങ്ങനെ നമ്മൾ ഐശ്വര്യ കിട്ടി. നല്ല കളർഫുള്ളാണ്. നല്ല ഡ്രൈ ഫ്രൂട്ടും അതുപോലെ കസ്കസൊക്കെ ഇട്ടിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അതും കഴിച്ചു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വീണ്ടും നമ്മൾ കടപ്പുറത്ത് കൂടെ പോയി കുട്ടികളെ കുറച്ച് ആക്ടിവിറ്റിയൊക്കെ കണ്ടു. കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ അവിടെ സ്പീഡ് ബോട്ടിൻ്റെ സർവീസ് ഉണ്ട്. അപ്പോൾ ഓൾക്ക് ആളായിട്ടില്ല, ഒരു 3 ആൾ കമ്മിയുണ്ട്. ഓലിന്നെ കുറേ നിർബന്ധിച്ചു. ഞാനതിൽ കയറാനൊന്നും നിന്നില്ല. നമ്മളവിടെ പൂക്കമ്പാടത്ത് കതിരില്ലേ പെഡൽ ബോട്ടിൽ നമ്മൾ കുട്ടിയാളും വെച്ച് ചവിട്ടിയ ടൈമ്പുണ്ട് എൻ്റെ കാൽമേ. ഇവിടെ ഒരു ബായി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഓൻ തന്നെ ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നിൽക്കേണ്ട രീതിയൊക്കെ. അങ്ങനെ നമ്മളിങ്ങനെ കടപ്പുറത്ത് കൂടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുക സ്വതന്ത്രനായിട്ട്. ഒറ്റയ്ക്കല്ലേ, ആരെയും നോക്കാനല്ല. ഇവിടെ കുതിരക്കാരൊക്കെ ഉണ്ട്. അസ്തമയത്തിന് കാത്തു നിൽക്കുകയാണ് ഞാൻ. കോഴിക്കോട് ബീച്ചിലെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഈ വാക്കിംഗ് പാത്ത്. 1 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് ഈ പാത്തിന്. അതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. കല്ലുകൊണ്ട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇരിക്കാൻ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചിരിക്കണേ. അതൊരു ബലൂണിൻ്റെ ആകൃതി ഉണ്ടാക്കിയിരിക്കണേ. ഇതിലെ കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ. നടന്ന് തളരുന്നുണ്ട്. പിന്നെ കുറേ മുന്നോട്ട് നടന്നു. ഇവിടെ ഒരു തോടിൻ്റെ ആകൃതിയിൽ കൊത്തി വെച്ചിരിക്കണേ. ഒക്കെ കരിങ്കല്ലിലാണ് ഈ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വേറെ ഒരാളുണ്ട്. ഈ പല്ലെറുമ്പിക്കണ ആളെ ഞാൻ എവിടെയാണ് കണ്ടിരിക്കണത്, അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഇത് കണ്ടില്ലേ, ഒരു ഗോപുരം മാതിരി കല്ലടുക്കി വെച്ചിരിക്കുന്നത്. ഈ ശില്പങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈവനിങ്ങിന് ആകാശം കാണാൻ വലിയ ഭംഗിയില്ല. കാരണം കുറച്ച് മേഘങ്ങൾ വന്നതുകൊണ്ട് ആ നീല ഇങ്ങോട്ട് കാണുന്നില്ല. മറ്റത് ആകാശം മൊത്തം നീലയായി കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അവസാനം നടന്ന് നമ്മൾ ഇതിൻ്റെ അറ്റത്തെത്തിയിട്ടോ. ഇവിടെയാണ് കുറച്ച് മരങ്ങളില്ലേ. ഞാൻ കുഴങ്ങിയിരിക്കുന്നത്. ഞാൻ ഇവിടെ കുത്തിരിക്കട്ടെ കുറച്ച് നേരം ഇവിടെ കുത്തിരുന്ന് ഞാൻ. ഇനി നമുക്ക് തിരിച്ചു പോകണം. കുറേ ദൂരം തിരിച്ചു പോകാനുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബീച്ചിലെ മറ്റൊരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ കേട്ടോ. പലതരം കച്ചവടങ്ങളാണ്. ഇവിടെ ഒരു അത്തർ കച്ചവടക്കാരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്. അസ്തമയം കാണണമെന്നുണ്ട്, പക്ഷെ അസ്തമയം സൂര്യനുണ്ട് അസ്തമിക്കുന്നില്ല. അപ്പോൾ ഞാൻ പോവുകയാണ്.